ഓൺലൈൻ നടപടിക്രമം അട്ടിമറിച്ച സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റം 6 പ്രധാന അധ്യാപകരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായി അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലം മാറ്റം നേരത്തെ മരവിപ്പിച്ചിരുന്നു. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ ഈ സ്ഥലം മാറ്റങ്ങൾ സെൻസസ് ഡ്യൂട്ടിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ സ്ഥലം മാറ്റങ്ങളൊക്കെ തൽക്കാലം മരവിപ്പിച്ചിരിക്കെ ഇപ്പോൾ ഈ 6 പേർക്ക് മാത്രമായി സ്ഥലം മാറ്റിയ നടപടിക്ക് പിന്നിൽ എന്താണ്? വലിയ പരാതിയും വിമർശനവും ഒക്കെ അധ്യാപക സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വലിയ പ്രതിഷേധം അത് KST ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഓൺലൈൻ സ്ഥലം മാറ്റം അത് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നതാണ്. സാധാരണഗതിയിൽ ഓഫ്ലൈനായി നടന്നുകൊണ്ടിരുന്ന സ്ഥലം മാറ്റം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകും എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് പൂർണ്ണമായും ഓൺലൈനായി അധ്യാപകർക്ക് അപേക്ഷ നൽകുകയും അതിന്റെ സീനിയോരിറ്റി അനുസരിച്ചുള്ള ട്രാൻസ്ഫർ നടപടികൾ നടത്തുകയും ചെയ്യുക എന്ന രീതി കൊണ്ടുവന്നത്. ഈ വർഷം അത് ഫെബ്രുവരിയിൽ ആരംഭിച്ച് മെയ് മാസം അവസാനത്തോടെ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ് ഈ ട്രാൻസ്ഫർ നടപടികൾ എന്ന് പറയുന്നത്. അത് പക്ഷേ അവസാന ഘട്ടത്തിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നു, ട്രാൻസ്ഫർ ഓർഡർ വന്നു. അതിനുശേഷമാണ് അത് പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സെൻസസിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചത്. എന്തായാലും അതിനിടയിലാണ് നിലവിൽ ഈ ഓൺലൈൻ ട്രാൻസ്ഫർ റിക്വസ്റ്റിൽ പെടാത്ത ആളുകൾ 6 പേരെ 6 പ്രധാന അധ്യാപകരെ ജില്ലയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായി 2-3 ജില്ലകളിൽ നിന്ന് ഇന്റർ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിലെ ഓൺലൈൻ അപേക്ഷകളിൽ നിന്ന് അതിന്റെ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ പിന്നീട് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് പിന്നീട് അധ്യാപകർക്ക് വീണ്ടും അപേക്ഷ നൽകാൻ കഴിയുകയും ചെയ്യുക. അത് പിന്നീട് വീണ്ടും അതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ ട്രാൻസ്ഫർ നടത്തുക എന്നുള്ളതാണ് നടപടി. പക്ഷേ ആദ്യത്തെ ഓൺലൈൻ ട്രാൻസ്ഫർ ലിസ്റ്റ് തന്നെ അത് മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ മറ്റൊരു ട്രാൻസ്ഫർ നടന്നു എന്നുള്ളതാണ്. 6 പേർക്ക് മാത്രമായി ട്രാൻസ്ഫർ നൽകിയ ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഈ ട്രാൻസ്ഫർ നടപടികൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ആ ട്രൈബ്യൂണൽ ജില്ലക്കകത്തെ ട്രാൻസ്ഫർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു. പക്ഷേ ഇത് ഇന്റർ ഡിസ്ട്രിക്ട് തരത്തിൽ ഉള്ള ട്രാൻസ്ഫർ നടപടികളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇതിലാണ് ഓൺലൈൻ ഈ രീതി, അതായത് തുടർന്നു വരുന്ന ഓൺലൈൻ രീതി അത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പുറത്തിറക്കിയത്. ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതം ഒപ്പം തന്നെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അധ്യാപക സംഘടനകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 6 പേർക്ക് മാത്രമായി ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതിയും വിമർശനവും എന്ന് പറയുന്നത്. എന്തായാലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 6 പേർക്ക് ട്രാൻസ്ഫർ നൽകിയത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൽ മറുപടി പറയും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓൺലൈനായി നടന്നുകൊണ്ടിരുന്ന ഒരു ട്രാൻസ്ഫർ നടപടികൾ അത് പൂർണ്ണമായും മരവിപ്പിച്ച ഘട്ടത്തിൽ മറ്റൊരു ട്രാൻസ്ഫർ അത് ഓൺലൈൻ അപേക്ഷ പോലും നൽകാതെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ തക്കതാണ്. ജിൽസി വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ നടപടിക്രമങ്ങളൊക്കെ ഈ സെൻസസിന്റെ പശ്ചാത്തലത്തിൽ മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് 6 പേർക്ക് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് പ്രതിഷേധമുള്ളത്. നേരത്തെ അതായത് ജില്ലയിൽ തന്നെ സ്ഥലം മാറ്റുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം ഉണ്ടായിരുന്നെങ്കിലും ട്രൈബ്യൂണൽ വിധി ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജില്ലകൾക്കപ്പുറത്തേക്കുള്ള സ്ഥലം മാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വ്യാപകമായ പ്രതിഷേധം കൂടി ഉയർന്നു വരികയാണ് ഈ സ്ഥലം മാറ്റത്തിനെതിരെ.